2018 ചാമ്പ്യന്മാർ 2022 റണ്ണേഴ്സ് അപ്പ്. ഫ്രാൻസിന് ഇക്കുറിയും ഫൈനൽ കളിക്കാനാവുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിലേക്കുള്ള ആദ്യ കടമ്പ കടന്നു കഴിഞ്ഞു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ മുന്നേറിക്കഴിഞ്ഞ ഫ്രാൻസിന് ഇനി രണ്ടാം കടമ്പ റൗണ്ട് ഓഫ് 32 ആണ്. പക്ഷേ അവിടെ എത്തുന്ന എതിരാളികൾ ചില്ലറക്കാരല്ല, സ്വീഡനാണ്. കടുത്ത അറ്റാക്കിംഗ് നിരയുള്ള ഗ്യോക്രസും അലക്സാണ്ടർ ഇസാക്കും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കിഡിലൻ അറ്റാക്കിംഗ് നിരയുള്ള സ്വീഡനെയാണ് ഫ്രാൻസിന് നേരിടാനുള്ളത്. അപ്പോൾ ഫ്രാൻസിന് ഈ പോരാട്ടം കടുപ്പമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ന് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രാൻസ് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയത് എന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് ഐയിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ടായിരുന്നു ഫ്രാൻസിന്റെ മുന്നേറ്റം നമ്മൾ കണ്ടത്. അത് ഇങ്ങനെയാണ്. സെനഗലിനെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ്, അത് ഒരു മരണ ഗ്രൂപ്പ്. ആ മരണ ഗ്രൂപ്പിൽ നിന്ന് സെനഗലിനെ തോൽപ്പിച്ചുകൊണ്ട് 3-1 എന്ന സ്കോറിന് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഫ്രാൻസ് മുന്നേറിയത്. അടുത്തത് ഇറാഖിനെതിരായ പോരാട്ടമായിരുന്നു. അവിടെ കംഫർട്ടബിളി ജയിക്കുന്നു, 3-0 ഒരു തകർപ്പൻ ജയം. ഈ ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടം എന്ന തരത്തിൽ ശ്രദ്ധേയമായിരുന്നു നോർവേക്കെതിരായ മത്സരം. പക്ഷേ അതവിടെ കണ്ടില്ല. നോർവേ കുറച്ചുകൂടി സേഫായി കളിക്കാൻ, തങ്ങളുടെ താരങ്ങളെ പരിക്കിൽ നിന്നൊക്കെ തന്നെ രക്ഷിക്കാൻ വേണ്ടി പ്രമുഖ താരങ്ങളെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് പ്ലേയിങ് 11 10 മാറ്റങ്ങളും വരുത്തിക്കൊണ്ടാണ് നോർവേ ഇറങ്ങിയത്. എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ പോരാട്ടം കാത്തിരുന്ന ആരാധകർക്കത് വലിയ നിരാശയുമായി. പക്ഷെ അവിടെ കണ്ടത് കിലിയൻ എംബാപ്പയുടെ പ്രകടനമല്ല, ഉസ്മാൻ ഡെംബേലെ എന്ന് പറയുന്ന ലോക ഫുട്ബോളറുടെ തകർപ്പൻ പ്രകടനം കണ്ട മത്സരത്തിൽ 4-1 ഫ്രാൻസ് നോർവേയെ തകർത്തു വിട്ടത്. അങ്ങനെയാണ് ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയത്തിന്റെ തിളക്കത്തോടുകൂടി അങ്ങനെ ഫ്രാൻസ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി സ്വീഡന്റെ വരവ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സ്വീഡനും ആദ്യ മത്സരം നല്ല മത്സരമായിരുന്നു. ടുണീഷ്യയെ 5-1 തകർത്തുകൊണ്ടാണ് സ്വീഡൻ തുടങ്ങി വെച്ചത്. അവരുടെ മുന്നേറ്റ നിരയുടെ കരുത്ത് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത മത്സരമായിരുന്നു. 5-1 തകർപ്പൻ ജയമായിരുന്നു ആദ്യ മത്സരത്തിൽ. അതിന് പിന്നാലെ നെതർലൻഡ്സിനോട് അതേ സ്കോറിൽ തോൽക്കുക എന്നുള്ളത് വളരെ അവിശ്വസനീയമായിരുന്നു. 5-1 ടുണീഷ്യയെ തോൽപ്പിച്ചെങ്കിൽ അതേ സ്കോർ നിലയ്ക്ക നെതർലാൻഡ്സിനോട് തോൽക്കുന്ന ടീമിനെയാണ്, സ്വീഡനെയാണ് നമ്മൾ കണ്ടത്. ജപ്പാനെതിരായ മത്സരം രണ്ടുപേർക്കും ക്രൂഷ്യലായിരുന്നു അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. പക്ഷേ കൊണ്ടും കൊടുത്തുമുള്ള ആ പോരാട്ടം സമനിലയിലായിരുന്നു. സമനിലയ്ക്ക് കൈകൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഗ്രൂപ്പ് എഫിൽ നിന്ന് 3-ാം സ്ഥാനക്കാരായിട്ടാണ് സ്വീഡൻ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറിയത്. ഇനി അവർക്ക് നേരിടാനുള്ളത് ഒരു റൂത്ത്ലെസ് അറ്റാക്കിംഗ് നിര, അല്ലെങ്കിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിലൊന്നായ ഫ്രാൻസിനെയാണ്. ഫ്രാൻസിനെ മലർത്തിയടിക്കാൻ സ്വീഡനാകുമോ എന്നതാണ് വലിയ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.